നമ്മളെല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് OP10.0 സെഷൻ 4-ന് വേണ്ടിയിട്ടാണ്. സെഷൻ 4 എന്ന് വെച്ചാൽ സിലബസ് ഡീകോഡിംഗ് സെഷനാണ്. അതായത് MA ഇംഗ്ലീഷിന്റെ സിലബസ് ഡീകോഡിംഗ് സെഷനാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സിലബസ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സെഷനാണ്. ഈ സെഷൻ കഴിയുന്നതോടെ നിങ്ങളുടെ സിലബസ് റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ തന്നെ ഏറെക്കുറെ ക്ലാരിഫൈ ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ OP10.0 സെഷൻ 4-ലേക്ക്. കൂടാതെ തന്നെ നമ്മുടെ കൂടെ ഇവിടെ ലേൺ വൈസിന്റെ ടീമും ഉണ്ട്. ലേൺ വൈസിന്റെ ടീമിനെയും ഞാൻ നമ്മുടെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ എല്ലാവരെയും നമ്മളെ സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ആദ്യം തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക, ഈ സെഷനിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ കോഴ്സ്, ലൈക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ്, പിന്നെ അതുപോലെ തന്നെ അതിൽ കുറെ പേപ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ നമുക്ക് പഠിക്കാൻ. ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സിൽ നിങ്ങൾക്ക് അറിയായിരിക്കും 4 പേപ്പേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ പേപ്പേഴ്സിന് കോഡ് ഉണ്ട് അല്ലെ, ഓരോ പേപ്പറിന് ഓരോ കോഡ് ഉണ്ട്. അപ്പം ആ കോഡിനെ പറ്റിയും, പിന്നെ അത് മാത്രമല്ല ഓരോ പേപ്പേഴ്സും ഇപ്പൊ നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കുറെ പേര് ഇപ്പം ക്ലാസ്സസ് പതുക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും. ലൈക്ക് ഓരോ പേപ്പറും, ഇപ്പൊ ഒരു പേപ്പറിന്റെ ക്ലാസ് എടുത്തെന്ന് വെച്ചാൽ അത് ഓരോ പേപ്പേഴ്സും നിങ്ങൾ ഓരോ ബ്ലോക്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ബ്ലോക്സും ഓരോ യൂണിറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഈ സെഷനിൽ കിട്ടുന്നതാണ്. പിന്നെ ലേൺ വൈസിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങളും, ലേൺ വൈസിന്റെ മെറ്റീരിയൽ മെയിൻലി റെക്കോർഡഡ് ക്ലാസ്സസും, അതുപോലെ തന്നെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെൽപ്പ് ബുക്സ്, എക്സാം പീഡിയ, അസൈൻമെന്റ്സ്, പിന്നെ PYQ സെഷൻസ്, ഇതിനെ കുറിച്ചിട്ട് എല്ലാം ഉള്ളൊരു എന്താ പറയുക, ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോഴേക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് ടൈം ലൈൻ ക്ലാരിറ്റിയാണ്. അതായത് ഇപ്പം കോഴ്സ് ജോയിൻ ചെയ്തല്ലോ, ഓക്കെ, അപ്പൊ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷൻ ഉണ്ട്, അതേപോലെ തന്നെ ടേം എൻഡിങ് എക്സാമിനേഷൻസ് ഉണ്ട്, നിങ്ങളുടെ എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ സമയത്താണ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണമല്ലോ. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം, ലൈക്ക് എന്തൊക്കെയാണ് നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്, എക്സ്ട്രാ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സപ്പോർട്ട് നമ്മൾ എന്തൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. എക്സാം സ്പെഷ്യൽ ലൈവ്സ് ഉണ്ട്, മോഡൽ എക്സാംസ്, പിന്നെ ടേം എൻഡിങ് എക്സാം ഹെൽപ്പ് ഡെസ്ക്, പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഹാപ്പിനെസ് അംബാസിഡർ ഇനീഷ്യേറ്റീവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സെഷൻ മൊത്തമായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പം മുഴുവനായിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഈ സെഷന്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവുന്നതാണ്. ഈ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആക്ഷൻ ടാസ്ക് മൊത്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സെഷൻ മൊത്തമായിട്ട് നിങ്ങൾ എന്താ പറയുക, അറ്റൻഡ് ചെയ്യാം. ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇതിന് മുന്നത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്ത ലേണേഴ്സിന് അറിയുണ്ടാവും ആക്ഷൻ ടാസ്ക് എന്താണെന്നുള്ളത്. ഓരോ സെഷൻ കഴിഞ്ഞാലും നമുക്ക് ഓരോ ആക്ഷൻ ടാസ്ക് ഉണ്ടാവും, അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ ഇഗ്നൂന്റെ സിലബസ്, അതായത് അതാണല്ലോ നമ്മളിപ്പോൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 5 മെയിൻ കാര്യങ്ങളിലായിരിക്കും. ആദ്യം പ്രോഗ്രാമാണ്. ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് MA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ MA ഇംഗ്ലീഷ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പേപ്പേഴ്സിനും ഓരോ കോഡ് ഉണ്ടാവും, അതിന് ടൈറ്റിൽ ഉണ്ടാവും, പിന്നെ അതാത് പേപ്പറിന് അതാത് ക്രെഡിറ്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ സെഷനിൽ. ഇനി ബ്ലോക്സിന്റെ കാര്യം, അതും കോഡ്, ടൈറ്റിൽ, ക്രെഡിറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ യൂണിറ്റ്സ്, എത്ര ലെസൺസ് ഉണ്ട്, പിന്നെ ലേൺ വൈസിന്റെ യൂണിറ്റ് ബൈ യൂണിറ്റ് ക്ലാസ്സസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അസസ്മെന്റ്, അതായത് അസൈൻമെന്റ്സ്. ഓക്കെ, അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളും ടേം എൻഡിങ് എക്സാമിനേഷന്റെ കാര്യങ്ങളും നമ്മൾ വളരെ ബ്രീഫായിട്ട് പറയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൾ ടുഗെദർ ഇഗ്നോ സിലബസിന്റെ ഡീകോഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയറിലാണ്. ഫസ്റ്റ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിന്റെ ആണ്. ഇപ്പം നമുക്ക് 2 ഇയർ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇയർ ആണ്. അതാദ്യം നമ്മൾ സ്ട്രോങ് ആക്കിയിട്ടാണല്ലോ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുക. അപ്പം ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ MA ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കോഴ്സ് എടുത്തവർക്ക് അറിയാം, നിങ്ങൾക്ക് പഠിക്കാനുള്ളത്
4 പേപ്പേഴ്സാണ് അല്ലേ? ചൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് MEG 5, അതായത് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ആണ്. അതില് അതാണ് നമ്മുടെ വൺ ഓഫ് ദ കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഒരു കോർ പേപ്പർ ആണത്. ഫസ്റ്റ് ഇയറിൽ ആകെ നമുക്ക് പഠിക്കാനുണ്ടാവുക ഒരു കോർ പേപ്പറും പിന്നെ ഒരു ഓപ്ഷണൽ മൊഡ്യൂളും ആണ്. ആ ഓപ്ഷണൽ മൊഡ്യൂളിന് താഴെ 3 പേപ്പേഴ്സ് വരുന്നുണ്ട്. അത് നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് ആ പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പൊ കോർ പേപ്പർ എന്ന് പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസം ആണ് ഫസ്റ്റ് ഇയറിലുള്ളത്. പിന്നെ അതിന്റെ കോഡാണ് MEG 5 എന്ന് പറയുന്നത്. പിന്നെ ഫുള്ളി അവൈലബിൾ നമ്മൾ പറയാൻ കാരണം ഇവിടെ നമുക്ക് MEG 5, അതായത് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ റെക്കോർഡഡ് ക്ലാസ്സസും മെറ്റീരിയൽസും അതിന്റെ ലൈവ് സെഷൻസും എല്ലാം നമുക്ക് ഇവിടെ ഫുള്ളി അവൈലബിൾ ആണ് ലേൺ വൈസ്. ഓക്കെ. പിന്നെ ഈ പേപ്പറിന്റെ ക്രെഡിറ്റ് വരുന്നത്, അതായത് ഈ പെർട്ടിക്കുലർ പേപ്പറിന്റെ ക്രെഡിറ്റ് വരുന്നത് 8 ആണ്. ഓക്കെ. ഇത് കോർ പേപ്പർ ആണ്, അതുകൊണ്ട് എന്താ പറയാ, ലൈക്ക് ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് 2 ഓപ്ഷണൽ മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. ഇപ്പൊ ഇൻ കേസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ അതിന്റെ അടിയിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക 3 പേപ്പേഴ്സ് ആയിരിക്കും. അതായത് ബ്രിട്ടീഷ് പോയട്രി MEG 1 ആണ്, ബ്രിട്ടീഷ് നോവൽ MEG 3 ആണ്, ബ്രിട്ടീഷ് ഡ്രാമ MEG 2. അപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ചൂസ് ചെയ്തവർക്ക് ഈ 3 പേപ്പേഴ്സ് ആണ് പഠിക്കാനുണ്ടാവുക. ഈ 3 പേപ്പേഴ്സിന്റെയും ക്രെഡിറ്റ് 8 തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ 3 പേപ്പേഴ്സും ഇവിടെ ഫുള്ളി അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇൻ കേസ് നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷണൽ മൊഡ്യൂൾ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്ന 3 പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ ചൂസ് ചെയ്തവരാണെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന 3 പേപ്പേഴ്സ് വന്നിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ MEG 7 ആണ്, കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ MEG 14 ആണ്, ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ MEG 10 ആണ്. ഓക്കെ. ഇതാണ് പെർട്ടിക്കുലർ പേപ്പേഴ്സും അതിന്റെ കോഡ്സും. ഈ 3 പേപ്പേഴ്സും തന്നെ ഇവിടെ ഫുള്ളി അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ആയാലും ലൈവ് സെഷൻസ് ആയാലും മെറ്റീരിയൽസ് ആയാലും ഇവിടെ ഫുൾ അവൈലബിൾ ആണ്. ഈ 3 പേപ്പറിന്റെയും ക്രെഡിറ്റും 8 തന്നെയാണ്. ഓക്കെ. അപ്പം ഇതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ പേപ്പറിന്റെ. അതായത് ഒരു കോർ പേപ്പറും പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളാണ് ഉള്ളത്. ഓപ്ഷണൽ മൊഡ്യൂൾ നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ അതിന്റെ താഴെ വരുന്ന 3 പേപ്പേഴ്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. ഇന്ത്യൻ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ അതിന്റെ താഴെ വരുന്ന 3 പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിന്റെയും കൂടെ ഒന്ന് നോക്കാം. സെക്കൻഡ് ഇയറിൽ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോർ പേപ്പർ എന്ന് പറയുന്നത് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആണ്, MEG 4. അത് നമുക്കിവിടെ ഫുള്ളി അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, മെറ്റീരിയൽസ് എല്ലാം. ക്രെഡിറ്റ് 8 തന്നെയാണ്. പിന്നെ നമുക്ക് അവിടെയും ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ട്. ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്, അവിടെ തന്നെ ലൈക്ക് ബ്രിട്ടീഷ് പോയിട്രി, ബ്രിട്ടീഷ് നോവൽ, ബ്രിട്ടീഷ് ഡ്രാമ, ഇതൊക്കെ തന്നെയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ അടിയിൽ വരുന്ന പേപ്പേഴ്സ്. ക്രെഡിറ്റ് 8 തന്നെയാണ്. മെറ്റീരിയൽസ് ആയാലും ലൈവ് ക്ലാസ്സസ് ആയാലും എല്ലാം അവൈലബിൾ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. പിന്നെ റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ ഫുള്ളി അവൈലബിൾ ആണ്. മെറ്റീരിയൽസ് എല്ലാം. ക്രെഡിറ്റ് 8 തന്നെയാണ് വരുന്നത്. പിന്നെ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കമ്പാരിറ്റീവ് ലിറ്ററേച്ചറും ഒരു ഓപ്ഷണൽ മൊഡ്യൂളാണ്. അപ്പൊ നിങ്ങൾ അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന പേപ്പർ, അതായത് MEG 15 വരുന്ന പേപ്പറിന് ഇവിടെ മെറ്റീരിയൽസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ക്ലാസ്സസ് ഉണ്ടാവുന്നതല്ല. അപ്പൊ മെറ്റീരിയൽസ് ഓൺലിയാണ്. അതിന്റെ ക്രെഡിറ്റ് 8 തന്നെയാണ് വരുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം കൂടെ കൊണ്ട് കൺഫ്യൂഷൻ ആക്കട്ടെ. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയറിൽ 4 പേപ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി അറിയുന്നുണ്ടാവും ഏതൊക്കെ പേപ്പേഴ്സാണ് പഠിക്കാനുള്ളതെന്ന്. ഒരു കോർ പേപ്പർ പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളാണ്. കോർ പേപ്പറിൽ വരുന്ന ഒരു പേപ്പർ ഒന്നെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം ആയിരിക്കും, അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന പേപ്പേഴ്സ് ഒന്നെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന 3 പേപ്പേഴ്സ് ആയിരിക്കും. ഇഫ് നിങ്ങൾ ചൂസ് ചെയ്തത് റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന 3 പേപ്പേഴ്സ് ആയിരിക്കും. മൊത്തത്തിൽ 4 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 4 പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. ഈ 4 പേപ്പേഴ്സിന്റെ അണ്ടറിൽ ഏതൊക്കെ ലൈക്ക് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കണമല്ലോ. ലൈക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫുൾ ഒരു ഡീറ്റെയിൽ സിലബസ് ഡീകോഡിങ് വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ലേൺ വൈസിലെ തന്നെ നമ്മുടെ മെന്റർ ആയിട്ടുള്ള ജേഷ മാമിനെ വെൽക്കം ചെയ്യാണ്.
ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പോകുന്നത് പഠിക്കാനുള്ള പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് എന്തൊക്കെയാണ് ടൈറ്റിലാണ്. ഓരോ ബ്ലോക്സിന്റെ ടൈറ്റിൽ, അതേപോലെ തന്നെ യൂണിറ്റ് വൈസ് ടൈറ്റിലാണ് നമ്മളിപ്പോ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളുടെ പേപ്പർ ആയിട്ടുള്ള MEG05 ലിറ്ററി തിയറി ആൻഡ് ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ അനുശ്രീ മാം പറഞ്ഞ പോലെ തന്നെ ഇതൊരു കമ്പൽസറി പേപ്പറാണ്. അപ്പൊ ഈ കമ്പൽസറി പേപ്പറിന്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതിന് അണ്ടറിൽ വരുന്ന 6 യൂണിറ്റ്സ്. യൂണിറ്റ് 1 ലിറ്ററേച്ചർ, ക്രിറ്റിസിസം ആൻഡ് തിയറി. യൂണിറ്റ് 2 ഓവർവ്യൂ ഓഫ് വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ട്സ്. യൂണിറ്റ് 3 20th century developments. Unit 4 the function of criticism. Unit 5 Indian aesthetics. Unit 6 resistance to theory or how to read a reader. ഇനി നെക്സ്റ്റ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസത്തിലെ തന്നെ ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം, അതും 6 യൂണിറ്റ്സ് ആണ് ഉള്ളത്. യൂണിറ്റ് 1 ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസം. യൂണിറ്റ് 2 പ്ലേറ്റോ ഓൺ ഇമിറ്റേഷൻ ആൻഡ് ആർട്ട്. യൂണിറ്റ് 3 Aristotle's theory of imitation. Unit 4 Aristotle's theory of tragedy 1. Unit 5 Aristotle's theory of tragedy 2. And Unit 6 criticism as dialogue. Next block 3. Block 3 നമുക്ക് 4 യൂണിറ്റ് ആണുള്ളത്. Unit 1 romanticism. Unit 2 Wordsworth preface to the lyrical ballad. Unit 3 Coleridge biographia literaria. Unit 4 P.B. Shelley a defense of poetry. ഇനി ബ്ലോക്ക് 4 6 യൂണിറ്റ് ആണ്. യൂണിറ്റ് 1 I.A. Richards. യൂണിറ്റ് 2 T.S. Eliot. യൂണിറ്റ് 3 F.R. Lewis. യൂണിറ്റ് 4 John Crowe Ransom and Clint Brooks. യൂണിറ്റ് 5 W.K. Wimsatt and യൂണിറ്റ് 6 കൺക്ലൂഷൻ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ബ്ലോക്ക് 5 ആണ്. സോ ബ്ലോക്ക് 5 മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതിൽ 4 യൂണിറ്റ് ആണുള്ളത്. Unit 1 Marxism and literature. Unit 2 Society and history, Marxist view. Unit 3 Representing and critiquing society, superstructures. Unit 4 Commitment in literature. Unit 5 Autonomy in literature. And Unit 6 Literature and ideology. Next block 6 Feminist theories. Block 6 6 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ യൂണിറ്റ് 1 Features of feminist criticism. Unit 2 Mary Wollstonecraft, a vindication of the right of woman. Unit 3 Virginia Woolf, a room of one's own. Unit 4 Simone de Beauvoir's The Second Sex. Unit 5 Ellen Showalter, feminist criticism in the wilderness. And Unit 6 feminist concern in India today. So ഇതാണ് 6 blocks, നമ്മുടെ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസത്തിലെ 6 blocks. Next, coming to British poetry, block 1 orientation for the study of poetry and the medieval poet Chaucer. ഇതിൽ 7 യൂണിറ്റ് ആണുള്ളത്. Unit 1 from the evaluation of portrait towards the explication of the poems. Unit 2 a prelude to the study of poetry. Unit 3 the age of Chaucer. Unit 4 Chaucer's poetry, a general survey. Unit 5 the general prologue to the Canterbury Tales. Unit 6 a study of the Nun's Priest's Tale 1. Unit 7 a study of the Nun's Priest's Tale 2. Now coming to second block undertaking a study of Spenser. അതിൽ വന്നിട്ട് നമുക്ക് യൂണിറ്റ് 8 വന്നിട്ട് the Renaissance. Unit 9 Edmund Spenser. Unit 10 Spenser's Poetry 1. And Unit 11 Spenser's Poetry 2-1. Coming to block 3 the metaphysical poets Donne and Herbert. Unit 12 Poetry and Society in the 17th century pre-Restoration. Unit 13 John Donne, Portrait of the Man, his thematic and technical innovations. Unit 14 John Donne, further explorations into poems of love and faith. Unit 15 George Herbert, a study of poems. Unit 16 Andrew Marvell, a study of his poems. Then coming to block 4 studying Milton.
സ്റ്റഡിയിങ് മിൽട്ടൺ എന്നുള്ള ഈ ബ്ലോക്ക് 4ന്റെ യൂണിറ്റ് 17 വന്നിട്ട് ദ ലേറ്റ് റിനൈസൻസ്, യൂണിറ്റ് 18 മിൽട്ടൺ ദ ലൈഫ്, യൂണിറ്റ് 19 എ സർവേ ഓഫ് മിൽട്ടൺസ് ലെസർ പോംസ് ആൻഡ് പ്രോസ്, യൂണിറ്റ് 20 ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി ആൻഡ് ലിസിഡാസ്, and unit 21 El Allegro and El Penseroso and the sonnets. Now next block 5, the neoclassical poets Dryden and Pope. Unit 22, the age of Dryden. Unit 23, John Dryden. Unit 24, Mac Flecknoe. Unit 25, Pope, a background to an epistle to Dr. Arbuthnot. And unit 26, Pope, the study of an epistle to Dr. Arbuthnot. And coming to block 6. Block 6, the romantic poets, Blake, Wordsworth, and Coleridge. Unit 27, introduction to romantic poetry. Unit 28, William Blake. Unit 29, Wordsworth, the prelude, book 1, the critical analysis. And unit 30, Coleridge, Kubla Khan, and dejection and mood. Now, block 7, the second generation romantic poets, Shelley and Keats. Unit 31, the poet of volcanic hope, P.B. Shelley. Unit 32, a study of the triumph of life. Unit 33, Keats, Hyperion, a fragment 1. And unit 34, Keats, Hyperion, a fragment 2. And unit 35, the romantic age, a review. Now coming to block 8, the Victorian poets, Browning, D.G., and Christina Rossetti and Oscar Wilde. Now unit 36, the Victorian age, selected studies. Unit 37, Robert Browning, life and aspirations. Unit 38, Browning, 2 early poems. Unit 39, 2 poems from Men and Women, 1855. Unit 40, the pre-Raphaelite brotherhood, Dante Gabriel Rossetti. Now, unit 41, Oscar Wilde, The Ballad of Reading Gaol. Coming to block 9, the modernist poets. Unit 42, the modern British poetry and introduction. Unit 43, W. Yeats' background, system, and poetic career. Unit 44, the later poetry of W. B. Yeats. Unit 45, T.S. Eliot, The Wasteland 1. Unit 46, T.S. Eliot, The Wasteland 2. Unit 47, T.S. Eliot, The Wasteland 3. Now coming to block 10. Block 10, some modernist and postmodernist poets, Dylan Thomas, Philip Larkin, and Sylvia Plath. Unit 48, Dylan Thomas. Unit 49, Philip Larkin and movement poetry. Unit 50, Sylvia Plath and confessional poetry. Unit 51, so now what is poetry? Once again, a symposium. And unit 52, essays and evaluations. Now coming to next paper, that is MEG 02, British drama. British drama block 1, Christopher Marlowe, Dr. Faustus. Coming to unit 1, Christopher Marlowe and the Elizabethan drama. Unit 2, the tragic drama of Dr. Faustus. Unit 3, irony and tragic dilemma in Dr. Faustus. Unit 4, the Renaissance and Reformation in Dr. Faustus. Unit 5, dramatic poetry in Dr. Faustus. And Unit 6, the performance of Dr. Faustus. Second block, William Shakespeare, A Midsummer Night's Dream. A Midsummer Night's Dream. Unit 1, background, performance. Unit 2, romantic comedy and the language of the play. Unit 3, A Midsummer Night's Dream 1. Unit 4, A Midsummer Night's Dream 2. And Unit 5, The Mechanicals. Now coming to block 3, William Shakespeare's Hamlet. Unit 1, background. Unit 2, interpretations. Unit 3, language of literature. Unit 4, Hamlet, other dimensions. Unit 5, the world as stage, wider perspective. And Unit 6, current critical approaches to Hamlet. Now coming to block 4, Ben Jonson, The Alchemist. Unit 1, the dramatic career of Ben Jonson. Unit 2, Johnsonian comedy and The Alchemist. Unit 3,
the structure of The Alchemist. Unit 4, The Alchemist in the Theatre. Unit 5, characterization and language. Now coming to block 5, the Playboy of the Western World. Unit 1, background to the Playboy. Unit 2, critical annotations to the Playboy. Unit 3, clues analysis of the Playboy. Unit 4, the Playboy, a discussion. Unit 5, the Playboy, a discussion continuation. Now next coming to block 6, Bernard Shaw, Pygmalion. Unit 1, background of English drama from the Renaissance period to Bernard Shaw. Unit 2, Pygmalion, themes and issues. Unit 3, dramatic structure and mingling of genres. Unit 4, language and style. Now coming to block 7, T.S. Eliot, Murder in the Cathedral. Unit 1, T.S. Eliot's essay and other works related to the play. Unit 2, background, production and performance history. Unit 3, critical approaches to the play 1. Unit 4, critical approaches to the play 2. Unit 5, general comments and other reading. Now coming to block 8. Block 8, John Osborne, Look Back in Anger. Unit 1, background to the play. Unit 2, the characters. Unit 3, language and speech in Look Back in Anger. Unit 4, critical approaches in Look Back in Anger. Unit 5, anger and after, the play's subsequent importance. Now coming to the last block of British drama, block 9, Samuel Beckett, Waiting for Godot. Unit 1, Waiting for Godot, an avant-garde play. Unit 2, Godot, a critical analysis 1. Unit 3, Godot, a critical analysis 2. Unit 4, themes and issues 1. Unit 5, themes and issues 2. Now next paper, MEG 03, British novel. British novel, block 1, Henry Fielding, Tom Jones. Unit 1, some aspects of fiction. Unit 2, as we first read Tom Jones. Unit 3, important thematic areas in Tom Jones. Unit 4, characters as characteristics. Unit 5, artistic unity or socio-cultural concerns. Unit 6, feminist concerns in Fielding. Unit 7, some critical options on Tom Jones. Unit 8, narration in fiction and third world preferences. Now coming to next block, block 2, Jane Austen, Pride and Prejudice. Unit 1, the novel in its context. Unit 2, main themes in Pride and Prejudice 1. Unit 3, main themes in Pride and Prejudice 2. Unit 4, characters in the novel. Unit 5, the narrative of Pride and Prejudice. Now coming to block 3. Block 3, Emily Bronte's Wuthering Heights. Unit 1, background to Wuthering Heights. Unit 2, the problem of narrative. Unit 3, gift of God, Heathcliff. Unit 4, you look like a lady now, significance of Catherine. And Unit 5, Wuthering Heights, 150 years. Now next is block 4, Charles Dickens, Great Expectations. Unit 1, background. Unit 2, Great Expectation and self-improvement. Unit 3, improvement or disintegration. Unit 4, Great Expectation and a fairy tale. Unit 5, crime and respectability. Now coming to block 5, George Eliot, Middlemarch. Unit 1, approaching the novel. Unit 2, themes, characters, technique. Unit 3, philosophical underpinnings. Unit 4, Eliot's perspective. Unit 5, the finale. And next is block 6. Block 6, Joseph Conrad's Heart of Darkness. Unit 1, his story and history. Unit 2, literary analysis 1. Unit 3, literary analysis 2. Unit 4, race, empire, gender in Heart of Darkness. And Unit 5, the lengthening shadow. Now coming to block 7 of British novel, James Joyce, A Portrait of the Artist as a Young Man. Unit 1, context. Unit 2, genre, overall structure and point of view. Unit 3, Stephen's growth and personality. Unit 4, technique,
Unit 5, Critical Perspectives, a brief selective overview. Now coming to the next block, Block 8, Edward Morgan Foster, A Passage to India. Unit 1, Passages to India. Unit 2, Representations of India, Approaches to the Novel. Unit 3, History and A Passage to India. Unit 4, Race, Class and Gender in A Passage to India. Unit 5, Representation of India. B, Religions in the Novel. And Unit 6, Passages from India. And next is Block 9, last block, Muriel Spark, The Prime of Miss Jean Brodie. Unit 1, the English novel Modernism and After. Unit 2, Muriel Spark, Her Life, Her Work and the Text. Unit 3, Analyzing the Text. Unit 4, Analyzing the Text 2. And Unit 5, English novel 1960s and After. Coming to the next paper, that is Indian English Literature MEG 07. Block 1, Non-Fictional Prose. Unit 1, Non-Fictional Prose, a Survey. Unit 2, Swami Vivekananda, Sri Aurobindo and Ananda Kumaraswamy. And Unit 3, Gandhi. Unit 4, Jawaharlal Nehru. Unit 5, Neeraj C. Chowdhury. Unit 6, Vikram Seth and Amitav Ghosh. Coming to next block, that is Block 2, Mulk Raj Anand, Untouchable. Unit 1, A Short History of the Indian English Novel. Unit 2, Life and Work of Mulk Raj Anand. Unit 3, Untouchable, Title, Theme, Plot and Characterization. Unit 4, The Picture of a Fragmented Nation in Anand's Untouchable. Unit 5, Gandhian Influence. And Unit 6, Style. Next is Block 3. Block 3, Rajarau's Kantapura. Unit 1, Rajarau, Career and Work. Unit 2, Kantapura, Background. Unit 3, Kantapura, Themes. Unit 4, Kantapura, Structure and Technique. Unit 5, Kantapura, Characters. And next is Block 4. Block 4, Anida Desai, Clear Light of Day. Unit 1, Anida Desai, Life, Work and the Language Issue. Unit 2, Clear Light of Day, Themes, Techniques, Time. Unit 3, Political Dimension, Major Characters. Unit 4, Music, Minor Characters. And Unit 5, Anida Desai's Contribution to Indian English Fiction. Now coming to Block 5, Midnight's Children. Unit 1, Background. Unit 2, Midnight's Children, the Dedoxified English. And Unit 3, Themes in Midnight's Children. Unit 4, Techniques in Midnight's Children. Unit 5, Characterization in Midnight's Children. Unit 6, Midnight's Children as a Literary Event. Now coming to Block 6, The Short Story. Unit 1, About the Short Story. Unit 2, R.K. Narayan. Unit 3, Arun Joshi and Manoja Das. Unit 4, Subhadra Sengupta and Raji Narasimha. And Unit 5, Shashi Deshpande and Geeta Hariharan. Unit 6, Ruskin Bond. Now coming to Block 7, Poetry. Unit 1, Background to Indian English Poetry. Unit 2, Henry Derozio and Toru Dutt. Unit 3, C. Aurobindo and Sarojini Naidu. Unit 4, Nizam Ezekiel and Kamala Das. Unit 5, A.K. Ramanujan, Arun Kolatkar and Jayanta Mahapatra. Unit 6, R. Parthasarathi and K.K. Daruvala. Block 8, Mahesh Zatani Tara. Unit 1, an overview of Indian English drama. Unit 2, a preview of Dattani's dramatic world. Unit 3, reading Tara. And Unit 4, appreciating Tara. Now next paper, MEG 10, English Studies in India. Block 1, institutionalization of English studies in India. Unit 1, Entry of English, a historical overview. Unit 2, Macaulay, Rajaram Mohan Roy and Charles H. Trevelyan. Unit 3, a view of post-independence debates. Unit 4, setting down of English as studies and medium. Now coming to Block 2, beginnings of Indian English writing. Unit 1, the context of the earliest Indian English writers. Unit 2, Henry Louis Vivan Derozio and the early voice of identity. Unit 3, Michael Madhusudan Dutt and the evolution of modernity. Unit 4, Toru Dutt, assertion of Indian life.
Now coming to block 3. Block 3, beginnings of the Indian English novel. Unit 1, the context of Bankim. Unit 2, themes in Rajmohan's Wife 1. Unit 3, themes in Rajmohan's Wife 2. And Unit 4, marriage and transgressions in Bankim's other novels. Block 4, different Englishes. Unit 1, evolution of English. Unit 2, nativization of English in post-independent India, functions of English. Unit 3, nativization of English discourse, syntax, morphology, phonology. Unit 4, intelligibility of Indian English globally. Unit 5, debates over native and non-native English. Unit 6, pace of English in multilingual India. Now coming to block 5. Block 5, problems of teaching and learning English literature. Unit 1, problems of teaching and learning English literature. Unit 2, the march of teaching of English literature in India. Unit 3, the role and functions of TELI in the contemporary context. Unit 4, English teaching in India. Unit 5, the lie of the land, English in India. Unit 6, publishing in India and English studies. And next, coming to block 6, questioning the canon. Unit 1, questioning the canon, ideology and assumptions of the canon. Unit 2, the rise of English and issues concerning the canon. Unit 3, possibilities of new agreements. Unit 4, exploding English, criticism, theory and culture. Unit 5, the crisis in English studies. Unit 6, base, text and context on the triumph of theory, the resistance to reading and the question of material base. Now coming to block 7, evolution of canons in Indian English writing. Unit 1, canon making in the era of Gandhi, Nehru, socialism. Unit 2, Tagore, Premchand, Mulk Raj Anand and Raja Rao. Unit 3, feminism, Indian English writers. Unit 4, the Dalit canon. Now coming to the last block, block 8, decolonizing the mind. Unit 1, Orientalism and after. Unit 2, literature and nationalism. Unit 3, decolonizing the mind. Unit 4, civilizational conflicts in literature. Unit 5, resisting colonization and decolonization. Now coming to the next paper, that is MEG 14, Contemporary Indian Literature in English Translation. Block 1, background studies. Unit 1, the concept of Indian literature. Unit 2, the concept of Indian literature modern period. Unit 3, comparative studies in Indian literature. Unit 4, English translation of Indian literature. And block 2, Samskara, U.R. Anandamurthy. Unit 1, the writer and his literary context. Unit 2, Samskara, the narrative. Unit 3, Samskara, form and themes. Unit 4, Samskara, characters, title, literary criticism and contemporary relevance. Now next is block 3, Thomas Bisham Sani. Unit 1, the writer and the partition. Unit 2, getting to know the text. Unit 3, making sense of the narrative. Unit 4, characters and characterization. Unit 5, an overview. Now coming to block 4, short story. Unit 1, Maheshweta Devi, Salt. Unit 2, Vaikam Muhammad Bashir's birthday. Unit 3, Nirmal Verma, birds. Unit 4, Ismat Chaughai's Tiny's granny. Unit 5, Gopinath Mohanty, Tatpa. And coming to block 5, short story 2. Unit 1, Indira Goswami, The Empty Chest. Unit 2, Motilal Jotwani, Very Lonely, She. Unit 3, Afsar Ahmed, Headmaster, Round and Chanachar. Unit 4, Vijayadan Datta, The Compromise. And next is block 6, poetry. K.S. Nogri, Requiem Khasi. Unit 2, Haribhajan Singh, Tree and the Sage. Unit 3, Deenanath Nadeem, The Moon. Unit 4, Kondepudi Nirmala, Mother Serious. Unit 5, Ramakanta Rath, Sri Radha. Unit 6, Sidhanshu Yashash Chandra, Orpheus. ഇത്രയുമാണ് നമ്മുടെ ബ്ലോക്ക്
ആൻഡ് യൂണിറ്റ് വൈസ് ഓരോ പേപ്പറിനെയും നമ്മൾ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ ഉണ്ടാകില്ല. ഫസ്റ്റ് ഇയറിൽ അനുശ്രീ മാം പറഞ്ഞ പോലെ തന്നെ 4 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 1 കമ്പൽസറി പേപ്പർ ആൻഡ് 1 ഫ്രം ഓപ്ഷണൽ മോഡ്യൂൾ. അപ്പൊ ഓപ്ഷണൽ മോഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന 3 പേപ്പേഴ്സും പിന്നെ കമ്പൽസറി പേപ്പറായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത പേപ്പറും. അങ്ങനെ ടോട്ടൽ 4 പേപ്പർ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ ചില ലേണേഴ്സ് എല്ലാം ഫസ്റ്റ് ഇയറിൽ തന്നെ ചിലപ്പോൾ വേറെ ഓപ്ഷണൽ മോഡ്യൂൾ എടുത്തിട്ടുണ്ടായിരിക്കും. മേ ബി നമ്മുടെ ഇവിടെ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സെക്കൻഡ് ഇയറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷണൽ മോഡ്യൂൾസ് മേ ബി എടുത്തിട്ടുണ്ടാവാം. പക്ഷെ അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് ഏത് ഓപ്ഷണൽ മോഡ്യൂൾ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓവർവ്യൂ ആണ് ഇപ്പൊ ഞാൻ തന്നത്. സോ ഇനി ഓവർ ടു അനുശ്രീ മാം, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കേൾക്കാം. ഓക്കെ, ജേഷ മാം പറഞ്ഞത് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പം എല്ലാം കൂടെ കേട്ട് കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി 4 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം ആദ്യം തന്നെ നമുക്ക് റിസോഴ്സസ് എന്തൊക്കെയാണ് ഇത്രയും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ റിസോഴ്സസ് വെച്ച് നമുക്ക് ഇതൊക്കെ പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് റെക്കോർഡഡ് ലെക്ചർ ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ അതിന്റെ കൂടെ ഹെൽപ്പ് ബുക്സ് ഉണ്ട്. അപ്പൊ ഹെൽപ്പ് ബുക്സ് എന്ന് പറയുന്നത് ലൈക്ക് ഹാൻഡ് ബുക്ക് ഉണ്ടാവും, പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും. ഇപ്പൊ ചില ആൾക്കാരുടെ ആപ്പിൽ അത് ഹാൻഡ് ബുക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ചില ആൾക്കാരുടെ ഇത് വാല്യൂ ആഡഡ് ആയിട്ടാണ് ഉണ്ടാവുക. രണ്ടായാലും അത് പോയിന്റ്സ് ആയിട്ടാണ്, ലൈക്ക് ഒരു പെർട്ടിക്കുലർ ലെസന്റെ താഴെ കാണിക്കുന്ന ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത് അതാത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ലെസന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അതിലുണ്ടാവുക. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവുക റെക്കോർഡഡ് ക്ലാസ്സും മെറ്റീരിയൽസും ആണ്. മെറ്റീരിയൽസിൽ വരുന്നതാണ് ഈ ഹാൻഡ് ബുക്കും വാല്യൂ ആഡഡ് നോട്ട്സും എന്ന് പറയുന്നത്. പിന്നെ SLM എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അത് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും, ബിക്കോസ് നമുക്ക് SLM എപ്പോഴും ലൈക്ക് നിങ്ങളുടെ അടുത്ത് ഓൺബോർഡിങ്ങിന്റെ സമയത്തും പറയുന്നതാണ്. SLM എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് തന്നെയാണ്, ഇഗ്നോന്റെ മെറ്റീരിയൽ ആണ്. അതാണ് SLM എന്ന് പറയുന്നത്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അപ്പം ഇപ്പോൾ ഓരോ ക്ലാസ്സസിന്റെ താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന SLM-ൽ അതിന്റെ എന്താ പറയുക ടെക്സ്റ്റൽ മെറ്റീരിയൽസ് ആണ്. അതായത് ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് SLM എന്ന് പറയുന്നത്. നമ്മളിവിടെ നെയിം ചെയ്തിരിക്കുന്നത് SLM എന്ന് പറഞ്ഞ ആപ്പിൽ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് തന്നെയാണ്, ടെക്സ്റ്റിന്റെ ഒരു സോഫ്റ്റ് കോപ്പി. ഓക്കെ, പിന്നെ എക്സാംപീഡിയ ഉണ്ടാവും. എക്സാംപീഡിയ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒന്നുമില്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. എക്സാംപീഡിയ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം മെറ്റീരിയൽസ് ഈ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ എക്സാംപീഡിയ ആയാലും SLM ആയാലും വാല്യൂ ആഡഡ് നോട്ട് ആയാലും ഹാൻഡ് ബുക്ക് ആയാലും ഇതൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എന്താ ഒരു ബിസി സ്കെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം ആപ്പിലുള്ള മെറ്റീരിയൽസ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ റെക്കോർഡ് ക്ലാസ്സസ് കാണാന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റുക, റെക്കോർഡ് ക്ലാസ്സസിന്റെ ഒരു എന്താ പറയുക ഒരു ഗുണം അതാണ്, നമുക്ക് നമ്മുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് കാണാം. അപ്പം റെക്കോർഡ് ക്ലാസ്സസ് കാണുന്നതോടൊപ്പം തന്നെ ലെക്ചർ നോട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമ്മൾ നമ്മുടെ ഒരു ഓൺ ആയിട്ട് ലെക്ചർ നോട്ട് എടുത്താൽ അത് കുറച്ചും കൂടെ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും, ഓർമ്മ നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റെക്കോർഡ് ക്ലാസ്സസ് കാണുക മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹെൽപ്പ് ബുക്സ് റെഫർ ചെയ്യാം, അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ മെയിൻലി ഞാൻ പറഞ്ഞു എക്സാംപീഡിയ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ട്, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഉണ്ട്, ഇഗ്നോ ഹെൽപ്പ് ബുക്ക് ഉണ്ട്. അതായത് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, അത് നമ്മുടെ ആപ്പിൽ തന്നെയുള്ള ഒരു മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിലാണ് വരിക. ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിന്റെ ഒരു പെർട്ടിക്കുലർ ഇപ്പൊ ലെസൺ 1 താഴെയുള്ള EST അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ലെസൺ 1 എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ വരാൻ സാധ്യതയുള്ളത് അതൊക്കെ തന്നെയാണ് നമുക്ക് അതിന്റെ EST അതായത് എക്സാം സ്പെഷ്യൽ ഗൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് എക്സാം ടൈമിൽ. പിന്നെ ഹെൽപ്പ് ബുക്ക്, അത് ഞാൻ പറഞ്ഞു ഹാൻഡ് ബുക്ക് ഉണ്ട്, വാല്യൂ ആഡഡ് നോട്ട് ഉണ്ടാവും, രണ്ടും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പിന്നെ എന്താ പറയാ, ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോ മെത്തേഡ് ആയിരിക്കുമല്ലോ. ഹെൽപ്പ് ബുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഡയഗ്രാംസിന്റെ ആവശ്യം നിങ്ങൾക്ക് വരില്ല, അത്
കുറച്ചും കൂടെ സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സിനാണ് നമുക്ക് കുറെ കൂടെ തിയറി അല്ലേ പഠിക്കാനുള്ളത്. അപ്പം റെക്കോർഡ് ക്ലാസ്സസ് കാണുക, അതോടൊപ്പം തന്നെ നോട്ട്സ് എഴുതി എടുക്കുക. പിന്നെ നോട്ട്സ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാം പീഡിയ റെഫർ ചെയ്യാവുന്നതാണ്. എക്സാം പീഡിയ റെഫർ ചെയ്താൽ എക്സാമിന് എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടോപ്പിക്കില് ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സാം പീഡിയ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഭാഗത്തു നിന്നാണ് കുറെ കൂടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ പെർട്ടിക്കുലർ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സസ് കാണാം, ലെക്ചർ നോട്ട് എടുക്കുക, എന്നിട്ട് ആപ്പിലെ മറ്റു മെറ്റീരിയൽസും ഒന്ന് റെഫർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ PYQs നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ റെക്കോർഡഡ് ലെക്ചേഴ്സ്, നിങ്ങൾ വൺസ് റെക്കോർഡഡ് ലെക്ചേഴ്സ് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ആ നോട്ട് എഴുതിയെടുക്കാം, പിന്നെ അതിൽ കീവേഡ്സ് ഇപ്പം പറയണ്ടാവും. ഇപ്പോൾ ഇന്ന ഇമ്പോർട്ടൻറ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പൊ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്തൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ ലെക്ചേഴ്സ്, അതായത് റെക്കോർഡ് ലെക്ചേഴ്സ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് വരാമല്ലോ അല്ലേ? അപ്പോൾ ആ ഡൗട്ട്സും നിങ്ങൾ പെൻ ഡൗൺ ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. എന്നിട്ട് നമുക്കിവിടെ ലൈവ് സെഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ ലൈവ് സെഷൻസ് ഉണ്ടാവും. ലൈവ് റിവിഷൻ സെഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ ലൈവ് റിവിഷൻ സെഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ച ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതാത് പേപ്പറിന്റെ ലൈവ് റിവിഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പൊ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലാസ്സസ് കാണാൻ മാത്രമല്ല, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് ഒബ്വിയസ്ലി നിങ്ങൾ എടുക്കണം, അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എഴുതി വെക്കുക. ഡൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ലെസണിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ആ പെർട്ടിക്കുലർ പേപ്പറിന്റെ ലൈവ് റിവിഷൻ വരുന്ന സമയത്ത് അതിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ആ ഫാക്കൽറ്റീൻ്റെ അടുത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഹെൽപ്പ് ബുക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഹാൻഡ് ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ പെട്ടെന്ന് റിവിഷൻ ചെയ്യാനും പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ഇങ്ങനെ പെട്ടെന്ന് നോക്കാനൊക്കെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ് ഈ വാല്യൂ ആഡഡ് നോട്ടും ഹാൻഡ് ബുക്കും ഒക്കെ. അതിലാണ് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. കാരണം അതിൽ കീ വേർഡ്സ്, കീ ടേംസ് ഒക്കെയാണ് ഉണ്ടാവുക. അതായത് ഒരു വലിയ ഡെഫിനിഷൻ നോക്കുന്നതിനെക്കാട്ടിലും നമുക്ക് അതിനെ ഒന്ന് ചെറുതാക്കി, ഒരു വലിയ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മൾ ഇതിപ്പോൾ എങ്ങനെയാ പഠിക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിനെ ഒന്ന് ചെറുതാക്കി പോയിന്റ്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാല്യൂ ആഡഡ് നോട്ട്സും ഹാൻഡ് ബുക്ക് ഒക്കെ റെഫർ ചെയ്യേണ്ടത്. പിന്നെ എക്സാം പീഡിയ, അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്വസ്റ്റൻ ആൻസർ പാറ്റേണിലാണ് മെറ്റീരിയൽ വരിക എന്നുള്ളത്. അത് എക്സാം പീഡിയ, അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസിനെ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ലൈക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളത് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കുറച്ചൊന്നല്ല, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ അസൈൻമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആപ്പിൽ തന്നെ അസൈൻമെന്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതിൽ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ആൻസേഴ്സും ഉണ്ടാവും. അതാണ് ലൈക്ക് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് വരിക. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ആ 4 പേപ്പേഴ്സിനും 4 അസൈൻമെന്റ്സ് ഉണ്ടാവും. അപ്പൊ 4 അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ആ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോൾവ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റ്. അപ്പൊ ഓൾറെഡി നമ്മുടെ ആപ്പിൽ അതിന്റെ ലൈക്ക് അസൈൻമെന്റിന്റെ സമയം ആവുമ്പോൾ നമ്മുടെ ആപ്പിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ആൻസേഴ്സ് നോക്കിയിട്ട് എങ്ങനെയാണ് അതിന്റെ ആൻസേഴ്സ് വരുന്നത്, എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. ആൻസർ ബുക്ക് നോക്കുന്ന സമയത്ത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് നോക്കി അതുപോലെ കോപ്പി ചെയ്യല്ല വേണ്ടത്, അതൊന്ന് റെഫർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഫ്രേസ് ചെയ്ത് എഴുതാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അത് പേപ്പേഴ്സ് അവൈലബിളും ആണ്. അത് മാത്രമല്ല, നമ്മൾ എക്സാമിന്റെ സമയത്ത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഈ വർഷം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളത് കുറച്ചും കൂടെ ഐഡിയ കിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് കാണുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പം ഇവിടെ ലേണേഴ്സ് വിത്ത് മെന്റർഷിപ്പും ഉണ്ടാവും, വിത്തൗട്ട് മെന്റർഷിപ്പും ഉണ്ടാവും. അപ്പം വിത്ത് മെന്റർഷിപ്പിന്റെ ഒരു എന്താ പറയുക, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ലൈവ് സെഷൻസ് ഉണ്ടാവും. വിത്ത് മെന്റർഷിപ്പ് ആണ് നിങ്ങൾ ചേർന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് സെഷൻസ് എന്ന് വെച്ചാൽ റിവിഷൻ സെഷൻസ് ആണ്. പിന്നെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ്, എക്സാമിന്റെ സമയത്ത് ലൈവ് സെഷൻസ്
അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മെന്റർഷിപ്പിൽ ചേർന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ലൈവ് റിവിഷൻ സെഷൻസും എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അവൈലബിൾ ആവുന്നതാണ്. ഓക്കെ. പിന്നെ മെന്ററിന്റെ വേറെ ഒരു മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ലേണേഴ്സിന്റെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഗ്നൂലെ മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടേമിനിങ് എക്സാമിനേഷൻ, അതായത് നിങ്ങളുടെ 1 ഇയർ കഴിഞ്ഞ് വരുന്ന എക്സാം ഉണ്ടല്ലോ, ഫസ്റ്റ് ഇയറിന്റെ എക്സാം, അതിന്റെ ഹെൽപ്പും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഹാപ്പിനെസ് അംബാസഡർ ഇനീഷ്യേറ്റീവ് ആണ്. അത് ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ലേണേഴ്സിനും അറിയുണ്ടാവും, നമ്മൾ ഓൺബോർഡിംഗ് സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ബുദ്ധിമുട്ട് വരിക, ഫോക്കസ് ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൗൺസിലേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെഷൻ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഇനീഷ്യേറ്റീവിനെയാണ് നമ്മൾ ഹാപ്പിനെസ് അംബാസിഡർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്ന ഒരു മെയിൻ കാര്യം EEP ആണ്. EEP എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും ഈ EEP എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഓൾറെഡി അതിൽ റെക്കോർഡഡ് ക്ലാസ്സസ് കാണാൻ പറ്റും. അതൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. അതായത് ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം, നിങ്ങളുടെ ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് കാണാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കാണാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇവിടെ വിത്ത് മെന്റർഷിപ്പ് എടുക്കുകയാണെങ്കിൽ വരുന്ന ഇവിടെ കുറെ ഇവന്റ്സ് വരും, കരിക്കുലർ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും നമ്മളിവിടെ മെന്റർഷിപ്പ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന് അവൈൽ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. പിന്നെ നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിളിനെ കുറച്ചൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ടൈം ടേബിൾ ഒന്ന് കാണിച്ചിട്ട് എങ്ങനെയാണ് ക്ലാസ്സസ് ഫോളോ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു തരാം. ഓക്കെ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ ഫോർ MA ഇംഗ്ലീഷ് ജൂലൈ 25 ബാച്ച്. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. അപ്പോൾ ടൈം ടേബിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ലെസൺ ടൈം 10:30 AM, ലെസൺ ടൈം 7:30 PM എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു ദിവസം 2 ക്ലാസ്സസ് വെച്ചാണ് നിങ്ങൾ കാണേണ്ടി വരും. ഡേറ്റ് അനുസരിച്ചിട്ട് ഇപ്പൊ ഇവിടെ 11th ഓഗസ്റ്റ്, 12th ഓഗസ്റ്റ്, 13th ഓഗസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ലെസൺ 1, ബ്ലോക്ക് 1, ലെസൺ 2, ലെസൺ 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട വീഡിയോ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ദിവസം 2 വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾ കാണേണ്ടത്. എന്നതിന് ശേഷം നമുക്കിവിടെ റിവിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ റിവിഷൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് റിവിഷൻ ടൈമാണ്. അപ്പൊ ആ ഒരു ഡേ എന്നാണ് എന്നുള്ളത് നമ്മൾ പറയും. മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും ഈ ടൈം ടേബിൾ. അതേപോലെ തന്നെ റിവിഷൻ ഡേ ആവുമ്പോൾ മോർണിംഗ് തന്നെ നിങ്ങൾക്ക് അതിന്റെ സൂം ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഈവനിങ് 7 to 9, ഇൻ ബിറ്റ്വീൻ 7 to 9 1 hour ആണ് നമുക്ക് റിവിഷൻ സെഷൻ ഉണ്ടാകുക. ചിലപ്പോൾ 7 to 8 ആയിരിക്കാം, അല്ലെങ്കിൽ 7:30 to 8:30 ആയിരിക്കാം. 7 to 9 ബിറ്റ്വീൻ ആണ് നമുക്ക് ലൈവ് സെഷൻ ഉണ്ടാകുക. അപ്പോൾ ഈ ലൈവ് സെഷൻ ആകുമ്പോഴേക്കും ഏത് ബ്ലോക്കിന്റെ ആണോ ലൈവ് സെഷൻ, അതിന് മുന്നേ ആയിട്ട് തന്നെ ആ ബ്ലോക്ക് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ബ്ലോക്കിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലൈവ് സെഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ബ്ലോക്കിന്റെ കംപ്ലീറ്റ് റിവിഷൻ ആൻഡ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബ്ലോക്കിന്റെ റിവിഷൻ ടൈം ആകുമ്പോഴേക്കും അതിന്റെ ക്ലാസ്സസ് നിങ്ങൾ കംപ്ലീറ്റ് കണ്ട് ഡൗട്ട് ചോദിക്കാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അസൈൻമെന്റ് എഴുതാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജൂലൈ 25 അസൈൻമെന്റ് ഇതുവരെ നമ്മളുടെ ആപ്പിൽ റിലീസ് ചെയ്തിട്ടില്ല. ആപ്പിൽ മാത്രമല്ല, ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അസൈൻമെന്റ് ഇപ്പോൾ എഴുതാൻ സാധിക്കില്ല. ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്പിൽ അതിന്റെ ഗൈഡ് ബുക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനും സാധിക്കുള്ളൂ. അപ്പൊ ഈ റിവിഷൻ ടൈമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇവിടെ 2 ദിവസമൊക്കെ റിവിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലൈവ് റിവിഷൻ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. മറ്റേ ദിവസം നിങ്ങളുടെ സെൽഫ് റിവിഷൻ ഉള്ള ടൈമാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, എക്സാം സ്പെഷ്യൽ ഗൈഡ് നോക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. അതിനുള്ള ടൈമാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മറ്റു ദിവസങ്ങളിൽ. ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ സെഷൻ ഉണ്ടാകുള്ളൂ. ഇനി ഇൻ കേസ് ലൈവ് റിവിഷൻ സെഷനിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു 1 വീക്ക് കഴിഞ്ഞാൽ ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും തന്നെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ആദ്യം 2 പേപ്പറിന്റെ ലൈവാണ് ഉണ്ടാകുക. അതായത് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസത്തിന്റെയും ബ്രിട്ടീഷ് ഡ്രാമയുടെയും ലൈവാണ് നമുക്ക് ഉണ്ടാകുക. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 12 ഡിസംബർ 12 വരെയാണ് ഈ ലൈവ് ഉണ്ടാവുക.
ഇവിടെ കൊടുത്തിരിക്കുന്ന മോക്ക് ടെസ്റ്റ്, മോക്ക് എക്സാം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ആപ്പിൽ നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒറ്റയ്ക്ക് തന്നെ സെൽഫായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. ഇവിടെ 12th ഡിസംബർ വരെയാണ് ഈ 2 പേപ്പറിന്റെ റിവിഷൻ. അതായത് ഇത് നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ടൈം ടേബിൾ ആണ്. ഈ 2 പേപ്പറും ആദ്യം ഡിസംബർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് സെറ്റ് ടൈം ടേബിൾ തരും. അതിലാണ് ബാക്കി 2 പേപ്പറും ഉണ്ടാകുക. ടോട്ടൽ 4 പേപ്പറാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ 2 പേപ്പറും ഡിസംബർ വരെ ആയിരിക്കും. അതിനുശേഷമാണ് ബാക്കി 2 പേപ്പറും നിങ്ങൾക്ക് തരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലിയർ ആയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സിനും ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ എന്താണ് ഈ ഒരു എല്ലാ സെഷന്റെയും അവസാനം ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷനും ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ സെഷൻ 4 ആണ് ഇന്നത്തെ സെഷൻ. സിലബസ് ഡീകോഡിംഗ് ആക്ഷൻ ടാസ്ക് OP 10.2. ആക്ഷൻ ടാസ്ക് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? ഇഗ്നോനെ കുറിച്ചിട്ടല്ല, നമ്മളുടെ സിലബസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഓവർവ്യൂ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ടാസ്ക് എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ എൻറോൾഡ് ഇഗ്നോ പ്രോഗ്രാം ഇവിടെ കൊടുക്കാം. ഏതാണ് നിങ്ങളുടെ MEG അല്ലെ, MA ഇംഗ്ലീഷ് ജൂലൈ 25. ഇനി അസൈൻഡ് മെന്റർ ഓർ LSC, നിങ്ങളുടെ അസൈൻഡ് മെന്റർ അല്ലെങ്കിൽ LSCയുടെ പേര് നിങ്ങൾ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, ഇപ്പൊ നമ്മൾ കണ്ടുവല്ലോ നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സിന്റെ പേരും കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള 4 പേപ്പർ. അപ്പൊ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഈ 4 പേപ്പറിന് ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ MA സൈക്കോളജി ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ MA ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കോഴ്സ് കോഡ് പഠിച്ചു, കോഴ്സ് ടൈറ്റിൽ പഠിച്ചു. കോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ MEG 01, MEG 02, MEG 5 ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കോഡ്. കോഴ്സ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് ഡ്രാമ അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, ഇതാണ് കോഴ്സ് ടൈറ്റിൽ. അപ്പോൾ ഫസ്റ്റ് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണ്, ഫോർത്ത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ റാങ്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ 1, 2, 3, 4 എന്ന് റാങ്ക് ചെയ്യുക. അടുത്തത് യുവർ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് കോഴ്സ് ആൻഡ് റീസൺ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പർ ഏതാണ് ആൻഡ് അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളത്. ആൻഡ് ദെൻ യുവർ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ് ആൻഡ് റീസൺ. അപ്പൊ നമ്മൾ ഈ റാങ്ക് ചെയ്തല്ലോ, ആദ്യം റാങ്ക് ചെയ്തത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത്. അപ്പൊ ഈ 4ാമത് റാങ്ക് ചെയ്തത് നിങ്ങൾക്ക് അധികം താല്പര്യമില്ലാത്ത ഒരു കോഴ്സ് പേപ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കുറച്ച് താല്പര്യം കുറവ് പോലെ തോന്നിയത്, അതിന്റെ റീസൺ. ദെൻ യുവർ ലേണിംഗ് ഇന്റൻഷൻ. ഈ ഫസ്റ്റ് സിലബസ്, നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന സിലബസ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ എന്താണ് ടിക്ക് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? ഐ ജസ്റ്റ് വോണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി അല്ലെങ്കിൽ PG എന്നുള്ളതാണോ, അതോ ഐ വോണ്ട് ടു ഫിനിഷ് വിത്ത് ദ ബെസ്റ്റ് മാർക്ക് ഐ ക്യാൻ എന്നുള്ളതാണോ, ബിയോണ്ട് മാർക്ക് ഐ വോണ്ട് ടു ലേൺ ഡീപ്ലി ഇൻ ദ കോഴ്സ് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ടു ബിൽഡ് നോളജ് ആൻഡ് സെൽഫ് എസ്റ്റീം, അതാണോ? ഇത് വായിച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് ടിക്കിടാൻ തോന്നുന്നത്? നിങ്ങളുടെ ഒരു ഇന്റൻഷൻ എന്താണ് ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പേപ്പേഴ്സിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം? ഇനി വീക്ക്ലി സ്ലോട്ട് ആണ്. ഐ വിൽ ഫോളോ പിക്ക് അറ്റ്ലീസ്റ്റ് 1. ഈ സ്ലോട്ടുകളിൽ നിങ്ങൾ ഫോളോ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സ്ലോട്ട്. വീക്ക് ഡേ മോർണിംഗ് 30 to 60 minutes, വീക്ക് ഡേ ഈവനിങ് ഓർ നൈറ്റ് 30 to 6 minutes, സാറ്റർഡേ 1 to 2 hours, സൺഡേ 1 to 2 hours, ഷോർട്ട് ഡെയിലി സ്ലോട്ട് 30 minutes. അത് അപ്പൊ നിങ്ങൾക്ക് അത് എന്നുള്ള ഓപ്ഷനിൽ വേണമെങ്കിൽ അവിടെയും കൊടുക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി സ്ലോട്ട് ഏതാണ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇനി കോൺഫിഡൻസ് റൈറ്റ് നൗ. ഇപ്പോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയിലാണ് എത്തി നിൽക്കുന്നത്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? 5 എന്ന് പറഞ്ഞാൽ ഹൈ കോൺഫിഡൻസ് ആണ്, 1 എന്ന് പറഞ്ഞാൽ ലോ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയിലാണ് എത്തി നിൽക്കുന്നത്? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഹൊറൈസൺ ഫോം ആരെങ്കിലും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് മെന്റേഴ്സ് ഓർ LSCസിന് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ എനർജി ആൻഡ് യുവർ ടൈം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് സെഷനിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക.
ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ടൈം ടേബിൾ കിട്ടിയ സ്ഥിതിക്ക് ഒരു ദിവസം പോലും പെൻഡിങ് വരുത്താതെ എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സസ് കണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക.